Hey guys, this is Satyan and we're watching Tech Geekz. ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Redmi Note 9 Pro ആണ്. സോ ഈ ഒരു ബോക്സിൻ്റെ സൈഡിലായിട്ട് നോക്കുന്ന സമയത്ത് Redmi Note 9 Pro എന്ന് എഴുതിയിട്ടുണ്ട്. 8GB റാമും 256GB സ്റ്റോറേജ് എന്നും എഴുതിയിട്ടുണ്ട്. 108 മെഗാ പിക്സൽ എന്നും ഫ്രണ്ടിലായിട്ട് എഴുതിയിട്ടുണ്ട്. 5G എന്ന് എഴുതിയിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തെടുത്ത് ആദ്യം തന്നെ നമുക്ക് ഒരു കേസും പിന്നെ സിമ്പിൾ പിന്നും കിട്ടുന്നുണ്ട്. നമ്മുടെ ഒരു സിൽക്കൺ കേസ് എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഒരു ബ്ലർ ടെക്സ്ചറാണ് ബാക്കിലായിട്ട് തന്നിരിക്കുന്നത്. സോ കൊള്ളാം, കുഴപ്പമില്ല. മുകളിലായിട്ട് നമുക്ക് 2 ഹോൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്പീക്കേഴ്സിനുള്ള ഗ്രില്ലാണ്. സോ കൊള്ളാം, അത്യാവശ്യം നല്ലതാണ്. ഫോൺ മാറ്റി വയ്ക്കുന്ന നേരത്ത് നമുക്കൊരു ടൈപ്പ് സി ഒരു കേബിൾ കിട്ടുന്നുണ്ട്. നല്ല ഓറഞ്ച് കളർ കേബിളാണ്. കൊള്ളാം, കുഴപ്പമില്ല. സോ നമ്മുടെ ചാർജർ കിട്ടുന്നുണ്ട്. ചാർജറിൻ്റെ അടുത്ത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. റെഡ്മി 8 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡിയിലൊക്കെ നല്ലൊരു ഡിഫറൻസ് തന്നെ നമ്മുടെ റെഡ്മി ഇപ്രാവശ്യം നമ്മുടെ ഈ ഒരു റെഡ്മി നോട്ട് 9 പ്രോയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. താഴെ റെഡ്മിയുടെ ലോഗോ കാണാൻ സാധിക്കും. പവർ കീയിലാണ് ഫിംഗർ പ്രിൻറ്റ് വരുന്നത്. മുകളിലായിട്ട് നോയ്സ് ക്യാൻസലേഷനുള്ള മൈക്കും താഴെയായിട്ട് സ്പീക്കർ ഹിൽസും ടൈപ്പ് സോഡുകളുടെ പോർട്ടും മൈക്കും 3.5mm ഓഡിയോ ജാക്കും കാണാൻ സാധിക്കും. സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ MIUI 12 ആണ് ലഭിക്കുന്നത്. നല്ലൊരു MIUI 12 തന്നെയാണ്, കാരണം സോഫ്റ്റ്വെയറിലും എല്ലാത്തിലും നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇത് 60 ഹെർട്സിലും 128 ഹെർട്സിലും കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനകത്ത് 20GB യൂസ്ഡ് ആയിട്ടാണ് സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. 4720 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. 120 ബെഞ്ച്മാർക്ക് റിസൾട്ട്സ് ഒക്കെ കുഴപ്പമില്ല, കൊള്ളാം. ഫ്രണ്ടിലായിട്ട് നമുക്കൊരു പഞ്ച് ഹോൾ ക്യാമറയും ലഭിക്കുന്നുണ്ട്. സോ ബാക്കിലത്തെ ക്യാമറ മോഡൽ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടാണ് നമ്മുടെ ഷൗമി ചെയ്തിരിക്കുന്നത്. സോ ഗെയിമിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ഗെയിമിംഗ് എഫിഷ്യൻസി കിട്ടുന്നുണ്ട്, കാരണം 8GB റാമാണ് സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. ഹയർ വേരിയൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബൈ ചെയ്യാൻ സാധിക്കും. MIUI 12 ആയതുകൊണ്ട് തന്നെ ചെറിയ ബഗ്ഗുകളുണ്ട്, അതൊക്കെ ഗെയിമിങ്ങിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ചെറിയ സ്ക്രീനിൽ വെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് FPS ഡ്രോപ്പ് ആവുന്ന ചില സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതൊന്നും കുഴപ്പമില്ല, ഒരു ചെറിയ ബഗ്ഗാണ്. കാരണം എല്ലാ സ്മാർട്ട് ഫോൺസ് ഇറങ്ങുമ്പോഴും ഇതേപോലെ കുഞ്ഞു ബഗ്ഗുകൾ കാണും. അതൊക്കെ നമ്മുടെ ഷൗമി മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റുമായിരിക്കും. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയപ്പം കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്തെല്ലാം എടുത്തിട്ട് നമ്മളിതിൻ്റെ ഒരു ഫുൾ റിവ്യൂ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിടുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി വെച്ചിരിക്കുക. സോ MI 10 അൾട്രയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഇംഗ്ലീഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അണ്ടിൽ ദെൻ ദിസ് ഇസ് ആദിത്യൻ സൈനിങ് ഓഫ്. ബൈ.